എന്റെ ഓൾ ടൈം കമ്പാനിയൻ ആണ്. മഹേഷ് ആണ് എന്റെ അച്ഛന്റെ സിസ്റ്ററിന്റെ മോന. മഹേഷ് എന്റെ കൂടെ ഫുൾ ഷൂട്ടിനും എപ്പോഴും മഹേഷ് തന്നെയാ. ഫ്ലാറ്റിൽ ഞങ്ങളാ നിൽക്കുന്നത് ഒരുമിച്ച്. ഇത് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തേക്കുള്ളത്. അപ്പൊ ഞങ്ങൾ വെച്ചുവെച്ചതാ മഹേഷിന് കാല് പൊക്കിയിട്ട് എന്റെ അടുത്ത് വെക്കാൻ പറ്റുമോ? അപ്പൊ അവൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർക്കൗട്ട് ചെയ്യുന്ന എനിക്ക് പൊതുവെ കാല് ഇത്രയൊക്കെ ഇതിഹാസയിലും ഫൈറ്റ് ചെയ്യുമ്പോ കാല് പൊക്കുന്നതിനൊന്നും എനിക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എന്നാലും താഴെ വെച്ചിരിക്കുന്ന മുട്ടിന് കുറച്ച് വളവുണ്ട് കേട്ടോ, അതും ശരിക്കും നൂരണം, അതാണ് പ്രോപ്പർ. പക്ഷെ അങ്ങനെ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു ക്ലിക്ക് എടുക്കുന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് ഈ ഫോട്ടോ. ഇത് കണ്ടപ്പോഴേ ടാറ്റുവിന്റെ കഥയൊക്കെ ഓർത്ത് ഇതെന്ത് ടാറ്റുവാ? അതൊരു ലവ് വിത്ത് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു അത് ശരിക്കും ടാറ്റുവിന് മീനിങ് ഉണ്ടെന്നാ പറയാ. ഇത് പക്ഷെ ശരിക്കും ഞാൻ ആ ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്ത ടാറ്റു ആണ്. വേറെ എന്തൊക്കെയോ കയ്യിലൊരു കയ്യിലും കുറെ ചിത്രശലഭങ്ങളുണ്ട്. കാലില് മാത്രമാണ് ശരിക്കും ഞാനൊരു 3 കിളികളുണ്ട്. അത് മാത്രമാണ് ശരിക്കും മീനിങ് നോക്കി ഫ്രീഡം എന്നുള്ള ഒരു സാധനം വെച്ചിട്ട്. കാരണം ചെയ്ത് വന്നപ്പോഴേ അറിയുന്നത് ഈ ടാറ്റുവിന് മീനിങ് ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ എന്നാ ഏറ്റവും കൂടുതൽ എന്താ വേണ്ടത്? സ്വാതന്ത്ര്യം. അടിക്ക് 3 കിളി. അങ്ങനെയാണോ? എനിക്കറിയൊന്നുമില്ലായിരുന്നു ടാറ്റുവിന് മീനിങ് ഉണ്ടെന്നൊന്നും. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ടാറ്റു ചെയ്യുമ്പോ ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞു അർത്ഥമോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെ ടാറ്റുവിന് മീനിങ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഓക്കെ ഓക്കെ. ഈ 12th കഴിഞ്ഞിട്ട് ഇത്രയും കാലം അനുശ്രീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോഷൂട്ടുകളൊക്കെ കാണാറുണ്ട്. ഇല്ല, മൂവീസ് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാണ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് വായിച്ചതിലൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ പറഞ്ഞതൊക്കെ ആണെങ്കിലും സംസാരിച്ചതൊക്കെ ആണെങ്കിലും ഇനിയുള്ള ഡേറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏതാണ് നല്ലത് വരുന്നതനുസരിച്ചിട്ട് ചെയ്യുക അല്ലെ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പടം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? പുലിമുരുകൻ ആണല്ലേ? വേറൊന്നുമില്ല, അത്രയും വലിയൊരു മൂവിയുടെ ഭാഗമാകാൻ വന്നിട്ട് ഞാൻ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചൊന്നുമല്ല, സുഖമില്ലാഞ്ഞത് കൊണ്ട് അല്ല, അന്നേരം വയ്യാണ്ടിരിക്കുമായിരുന്നു. എന്തൊക്കെ ആ സമയത്ത് ഒരു സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അതിനകത്ത് ആ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നതും റോപ്പൊക്കെ ഇടേണ്ട കുറച്ച് സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ശരിക്കും എന്റെ അടുത്ത് സംസാരിച്ചിട്ട് 2 വർഷമായി ആ സിനിമ കംപ്ലീറ്റ് ആവാൻ. അപ്പൊ ഞാൻ വൈശാഖേട്ടനോട് ചോദിച്ചിരുന്നു, ഇത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ആ വെള്ളച്ചാട്ടം നിങ്ങൾ 2 വർഷം കഴിഞ്ഞ് ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു 9 months ഒക്കെ റെസ്റ്റ് ഉള്ള ടൈമാണ്. അപ്പം സർജറി കഴിഞ്ഞ 1.5 മാസം ആയപ്പോഴേ ഇവരുടെ എൻക്വയറി വരുന്നു. അപ്പൊ ഒരിക്കലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഈ 2 വർഷം കഴിഞ്ഞിട്ട് ഈ ചാടിയാൽ മതിയായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ മധുരരാജയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട്. മധുരരാജ തന്നല്ലോ, തന്നു. എന്നാലും പറയണല്ലോ. അല്ല, സങ്കടം തോന്നിയിട്ടുള്ളത് ഒരു പക്ഷെ അത്രയും വലിയൊരു പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാകാൻ വന്നിട്ട് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സാധനം.